നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ 2025 ഓഗസ്റ്റ് ഹിന്ദി പ്രഥമ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 8-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ എക്സാമിന് തയ്യാറെടുത്തിട്ടുള്ള എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പർ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ബുക്കിലോട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കേട്ട് പഠിക്കുക. അതുപോലെ തന്നെ ആൻസറൊക്കെ ബുക്കിലോട്ട് എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ ഈ ഒരു മോഡൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 70 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാം എഴുതുമ്പോൾ പേപ്പറൊന്നും കൊണ്ടുപോകണ്ട. പേപ്പർ നിങ്ങൾക്ക് പരീക്ഷ സെൻറ്ററിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ വരയിട്ട പേപ്പറാണ് തരുന്നത്. അപ്പോൾ അതിലൊരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന രജിസ്റ്റർ നമ്പർ വേണം അവിടെ ആദ്യം രേഖപ്പെടുത്തേണ്ടത്. പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ എഴുതുന്ന പരീക്ഷ, അപ്പോൾ പ്രഥമയാണെങ്കിൽ പ്രഥമ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതുമ്പോഴേക്കും പിന്നെ സ്കൂളിൻ്റെ പേര്, നിങ്ങൾ ഏത് സെൻറ്ററിലാണോ എക്സാം എഴുതുന്നത് അതാണ് എക്സാം സെൻറ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ പരീക്ഷാ പേപ്പറിൽ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവിടെ സൈൻ ചെയ്യാൻ കിട്ടും. നിങ്ങളുടെ ഒപ്പ് എഴുതുക, നിങ്ങളുടെ പേര് അതിൻ്റെ നേർക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കറക്റ്റാണെന്ന് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് വായിച്ച് നോക്കുക. അതിനുശേഷം ആൻസർ ചെയ്യുക. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് താലിക കെ അക്ഷരോं के आधार पर 5 शब्द बनाइए. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിന് അടിസ്ഥാനമാക്കി 5 വാക്കുകൾ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ വരയിട്ട പേപ്പറാണെങ്കിൽ ലൈനിൽ തൊട്ട് തന്നെ നന്നായിട്ട് എഴുതുക. നമ്പർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ എഴുതുക. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് റോമീറ്റർ 1 ആണ്. അതിൽ 5 ആൻസറാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 1 കൊടുത്തിട്ട് ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 അക്ഷരം വരുന്ന വാക്ക് കണ്ടെത്താം, 3 അക്ഷരം, 4 അക്ഷരം അങ്ങനെയുള്ള വാക്കുകളും ദീർഘങ്ങളൊക്കെ ചേർത്ത് അക്ഷരങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നേരെ നോക്കുമ്പോൾ നമുക്ക് അക്ഷരങ്ങൾ കിട്ടാം, ഒരേ വാക്കുകൾ വരാം. ചിലപ്പോൾ അത് കിട്ടില്ല, ഏതെങ്കിലുമൊക്കെ വാക്കുകൾ നമ്മൾ സ്വയം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ എഴുതാം മൻ എഴുതാം, എഴുതാം, എഴുതാം. അപ്പോൾ തന്നെ 3 വാക്കായി. അടുത്ത് കാക്ക എഴുതാം, അല്ലെങ്കിൽ കിതാബ് എഴുതാം, ചത്തിരി എഴുതാം, ആം എഴുതാം, ഞാന എഴുതാം, കലം എഴുതാം. ഇങ്ങനെ ഒരു 5 വാക്ക് നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, അടുത്ത് റോമീറ്റർ 2 ആണ് പറയുന്നത്. അതിൽ മെയിൻ സ്കൂൾ ഡേഷ് ജാത്താഹു ജാത്താഹേ ജാത്തിഹേ. അപ്പോൾ അവിടെ എഴുതേണ്ടത് മെയിൻ സ്കൂൾ ജാത്താഹു, മെയിൻ വരുമ്പോൾ ഹൂമാണ് ചേർക്കേണ്ടത്. അവിടെ ഒരു തുമ്മാണ് വന്നിരുന്നത്, നമുക്ക് ഹോ എന്ന് എഴുതാമായിരുന്നു. യഹ് വഹാണെങ്കിൽ ഹേ കൊടുക്കുക, എയും വേയും ആയിരുന്നെങ്കിൽ ഹൈം കൊടുക്കുക, ആപ്പാണെങ്കിൽ ഹൈം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഴുതേണ്ടത് മെയിമാണ്. അപ്പോൾ മെയിൻ സ്കൂൾ ജാത്താഹു ഒന്നാമത്തെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അടുത്ത 7-മത്തതാണ് ശുദ്ധവർത്തിനി, ശരിയായ പദം എഴുതുക. ശരിയായ പദം സാധാരണ വരുന്നത് പുസ്തക്, തന്തുരുസ്തി, അസർ, ശിഷ്യ, അധ്യാപക്, വിദ്യാർത്ഥി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ശുദ്ധവർത്തിനിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഇതിൽ പുസ്തക് കറക്റ്റായിട്ട് വരുന്നത് 2-മത്തതാണ്. പുസ്തക് സായുടെ പകുതിയെ എഴുതത്തുള്ളൂ. ഓക്കെ, അടുത്ത 8-മത്തത് കേരള ഹിന്ദി പ്രചാര സഭയ്ക്ക് പ്രഥമ മന്ത്രി കോൺതെ. ആരായിരുന്നു കേരള ഹിന്ദി പ്രചാര സഭയുടെ ആദ്യ മന്ത്രി? അപ്പോൾ ഇവിടെ 3 പേര് കൊടുത്തിട്ടുണ്ട്. ഭാർഗവി അമ്മ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരാണ്. കുമാരപിള്ള എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പോൾ ഇത് പ്രചാരസഭ നടത്തിയത് ആരാണ്? വാസുദേവൻ പിള്ളേജി. അപ്പോൾ 2-മത്തതാണ് ആൻസറായിട്ട് വരുന്നത്. 9-മത്തെ ക്വസ്റ്റ്യൻ കിസാൻ കെ കിത്തനെ ലടുക്കത്തെ, കൃഷിക്കാരന് എത്ര മക്കളാണ് ഉണ്ടായിരുന്നത്? എത്ര മക്കളായിരുന്നു? 3 അല്ലേ, 3 മക്കളാണ് ഉണ്ടായിരുന്നത്. 10-മത്തത് മുഹർ ലേക്കർ ലടുക്കി കഹാങ്കെ, നാണയം കൊണ്ട് പെൺകുട്ടി എവിടെയാണ് പോയത്? ധനിക്ക് ഘർ. കഥയൊക്കെ അറിയാലോ. അപ്പോൾ ആ കഥയിലുള്ള സന്തോഷ് കാ ഫൽ എന്ന കഥയുടെ ഒരു ഒൻവേഡാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അടുത്തത് 3-മത്തെ റോമീറ്ററാണ്. സമാൻ മാത്ര വാലെ ശബ്ദങ്ങൾക്ക് ചുൻകർ ലിഖിയെ. അവിടെ ഒരു 11 മുതൽ 15 വരെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സമാനമായ വാക്കുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കിനാര, അപ്പോൾ കീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വരുന്ന വാക്ക് കിതാബ് എഴുതാം, കിസാൻ എഴുതാം. അടുത്ത് കുമാർ പോലെ വരുന്നതാണ് കു, ഏതാ കുത്ത. അടുത്ത് മൗന്, ഔ ആണ് വന്നപ്പോൾ ഔരത്ത്. 14 കഹ, അതുപോലെ വഹാം. 15 ധോബി, അതുപോലെ ഓ ചിഹ്നം വരുന്നത് ദോ, കോട. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയല്ലോ. അടുത്ത റോമീറ്റർ 4 ആണ്. നിർദ്ദേശിക്ക അനുസാർ പ്രശ്നലിക്ക്. 16-മത്തത് വിലോം ശബ്ദമാണ്. എന്താണ് വിലോം ശബ്ദം? ഓപ്പോസിറ്റ് എഴുതാനാണ്. പാസിൻ്റെ ഓപ്പോസിറ്റാണ് ദൂറ്. പാസ് എന്ന് വെച്ചാൽ അടുത്ത്, ദൂർ എന്ന് വെച്ചാൽ ദൂരെ. അടുത്ത് മിത്ര എന്ന് വെച്ചാൽ സുഹൃത്ത്, അതിൻ്റെ ഓപ്പോസിറ്റ് ശത്രു. അപ്പോൾ അത് എഴുതുമ്പോൾ ഇൻറ്റു കൊടുക്കുക, എങ്കിലേ ഓപ്പോസിറ്റിന് മാർക്ക് കിട്ടത്തുള്ളൂ.
അടുത്ത് കം കം എന്ന് പറയുമ്പോൾ സ്യാദ, ജയുടെ പകുതി അടിയിൽ കുത്തു കൊടുക്കുക. യാ ദ സ്യാദ. ചോട്ട ബെഡ. അത് 17ാമത്തത് വചനം എഴുതാനാണ്. ലടുക്കയുടെ വചനമാണ് ലടുക്കെ. ഹർ ഹർ തന്നെ. ചിടിയ എന്ന് പറയുമ്പോൾ ചിടിയ, അത് ചന്ദ്രക്കലയും കുത്തു കൊടുക്കുക, ഇടതാണ് വെള്ളി. ബാലക്ക് ബാലക്ക് തന്നെ. 18ാമത്തത് ലിംഗ് എഴുതാനാണ്. ലിംഗ് എഴുതുമ്പോൾ ലടുക്ക, അപ്പോൾ പുല്ലിംഗം, പൂ കൊടുത്തിട്ട് 2 കുത്തു കൊടുക്കുക. അടുത്ത് ഐനക്ക്, ഐനക്ക് സ്ത്രീലിംഗം, പായി പുല്ലിംഗം, ഛത്തരി സ്ത്രീലിംഗം. അടുത്ത് ജോഡ്കർ ലിക്ക്, എഹ് പ്ലസ് ക ഇസ്ക, തും പ്ലസ് കെ തുമ്ഹാരെ. 20ാമത്തത് പ്രശ്ന ബനായ, ചോദ്യം ഉണ്ടാക്കാനാണ്. മാതാജി റൊട്ടി ബനാ രഹി ഹെ, അമ്മ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, മാതാജി ക്യാ ബനാ രഹി ഹെ. ഇപ്പോൾ ഇവിടെ അതായത് കുറച്ച് ആൻസർ കൊടുത്തിട്ടുണ്ട്. ഫല്ല്, നാം, കാം, നഗർ, ലടുക്ക. അടുത്ത് മേ സ്കൂൾ ജാത്താ ഹൂँ, ശുദ്ധവർത്തിനി പുസ്തക്. കേരള ഹിന്ദി പ്രചാര സഭ के प्रथम मंत्री वासुदेवन पिल्ले जी. കിസാൻ കെ 3 ലടുക്കെ थे, മുഹർ ലേക്കർ ലടുക്കി. അവിടെ അത് ആൻസർ തെറ്റാണ്. ധനി കെ ഘർ ഗേ എന്നാണ്, ദർബാറല്ല. അടുത്ത് കിസാൻ കിതാബ്, കുമാർ കുർസി, മൗനു കോന്, അങ്ങനെയൊക്കെ എഴുതുക. ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു, വചൻ വായിച്ചു. അപ്പോൾ ഇതൊക്കെ ആൻസർ നിങ്ങൾ ബുക്കിലോട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അടുത്ത് വരുന്നത് 4ാമത്തെ പേജാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രബാബു കി ദുക്കാൻ ടീക്ക് സടക്ക് കിനാരെത്തി. നരേന്ദ്രബാബുവിൻ്റെ കടയിൽ നിന്നത് നേരെ റോഡിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യം അറിയാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആദ്യം ചെയ്യും കേട്ടോ. അപ്പോൾ എളുപ്പമാണ് അത് ചെയ്യാൻ. ഉസ്കെ 2 ബർസക്കായേക്ക് ചോട്ടാലെടുക്കാത്ത, അദ്ദേഹത്തിന് 2 വയസ്സുള്ളൊരു കുഞ്ഞുമോനുണ്ടായിരുന്നു. വഹ് യാത്തോ ബാപ്കെ പാസ് ദുക്കാൻ മേ ബൈഠാ രഹത്ത താ ബാസാർ മേ ഖേൽത്താ ഫിർത്ത. ഒന്നുകിൽ അച്ഛൻ്റെ കൂടെ അവിടെ കടയിലിരിക്കും, ഇല്ലെങ്കിൽ പുറത്ത് പോയി കളിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പാരഗ്രാഫ് വരുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും, അപ്പോൾ അതിൻ്റെ ആൻസർ കൊടുക്കുക. ഇത് നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മിക്കവാറും ആദ്യത്തെ വരിയുടെ ആൻസർ, ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യത്തെ വരി തന്നെ കിട്ടും, രണ്ടാമത്തേൻ്റെ ആണെങ്കിൽ രണ്ടാമത്തേൽ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചത് എഴുതിയാൽ മതി. ഇവിടെ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രബാബു കി ദുക്കാൻ കിസ്കെ കിനാരെ थे, ഏതിൻ്റെ അടുത്തായിരുന്നു? അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട് നരേന്ദ്രബാബു കി ദുക്കാൻ ടീക്ക് സടക്ക് കെ കിനാരെ തി. അപ്പോൾ അതിൽ തന്നെ നോക്കി നമുക്ക് എഴുതാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരില്ല. സെക്കൻഡ്, നരേന്ദ്രബാബു കി ദുക്കാൻ മേ ഉസ്കെ സിവ ഓർ കോൺത, വേറെ ആരുണ്ടായിരുന്നു? അപ്പോൾ രണ്ടാമത്തെ വരി കൊടുത്തിട്ടുണ്ട്. എന്താണ്? നരേന്ദ്രബാബു കി ദുക്കാൻ മേ ഉസ്കെ സിവ ഓർ കോൺത, നരേന്ദ്രബാബു ദുക്കാൻ മേ ഉസ്കെ ബാപ്പ്, അല്ലേ? അച്ഛൻ മാത്രമല്ല, വേറെ ആരും ഇല്ല എന്നുള്ള കടയിൽ. അടുത്ത വേറെ ഉണ്ട്, അച്ഛനും മോനും. അപ്പോൾ ഉസ്കെ 2 ബർസക്കായേക്ക് ചോട്ടാലെടുക്കാത്ത. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് രണ്ടാമത്തെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രബാബുക്ക് ദുക്കാമേ ഉസ്കെ സിവ 2 ബർസക്കായേക്ക് ചോട്ടാലെടുക്കാത്ത. അടുത്ത് ചോട്ടാലെടുക്ക കഹാ ബൈഠാത്ത, കുട്ടി എവിടെ ഇരുന്നത്? വഹ് യാത്തോ ബാപ്കെ പാസ് ദുക്കാൻ മേ ബൈഠാ രഹത്ത താ. അടുത്ത് ചോട്ടാലെടുക്ക കിത്തനെ ബർസക്കാത്ത, എത്ര വയസ്സായിരുന്നു ചോട്ടാലെടുക്ക? 2 ബർസക്ക. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. നരേന്ദ്രബാബു കി ദുക്കാൻ കിസ്കെ കിനാരത്തെ, ആദ്യം ചോദിച്ചത് ഏതിൻ്റെ അടുത്തായിരുന്നു? അപ്പോൾ ഒന്നാമത്തെ ആൻസർ നരേന്ദ്രബാബു കി ദുക്കാൻ ടീക്ക് സടക്ക് കിനാരത്തെ. രണ്ടാമത്തത് നരേന്ദ്രബാബു കി ദുക്കാൻ മേ ഉസ്കെ സിവ ഓർ കോൺത. അപ്പോൾ ഓർ കോൺത അവിടെ എന്താ എഴുതുക? 2 ബർസക്ക ലടുക്ക. ചോട്ടാലെടുക്ക കഹാ ബൈഠാത്ത, എവിടെ ഇരിക്കുകയായിരുന്നു? വഹ് ഉസ്കെ പിതാജി കെ ദുക്കാൻ മേ ബൈഠാത്ത. ചോട്ടാലെടുക്ക കിത്തനെ ബർസക്കാത്ത, എത്ര വയസ്സായിരുന്നു? 2 ബർസക്ക. അടുത്ത് ജയ്സെ യഹ് ലടുക്കി ഹേ ഏ ലടുക്കിയാ ഹേ, അതേപോലെ യഹ് ഛത്രി ഹേ ഏ ഛത്രിയാ ഹേ. ഛത്രിയ എഴുതുമ്പോൾ വള്ളിയുടെ തന്നെ കൊടുക്കുക. അടുത്ത് ഗീത ഗേന്ദ് ഖേൽത്തി ഹേ ഗീത ഗേന്ദ് ഖേൽ രഹി ഹേ, അതുപോലെ റീന ചായ് പീത്തി ഹേ റീന ചായ് പീ രഹി ഹേ. आप घर जाइए तुम घर जाओ, आप चाय पीजिए तुम चाय पियो. രാജു ഹിന്ദി ലിഖ്താ ഹെ രാജു ഹിന്ദി ലിഖ് രഹാ ഹെ, അതേപോലെ വഹ് ഹിന്ദി പഠിത്താ ഹെ വഹ് ഹിന്ദി പഠിത്തി ഹെ എന്നെഴുതാം, അല്ലെങ്കിൽ വഹ് ഹിന്ദി ലിഖ് രഹി ഹെ എന്നെഴുതാം. ഞാൻ പേന കൊണ്ട് എഴുതുന്നു, മേ കലം സെ ലിഖ്താ ഹോ. അവൻ കളിക്കുന്നുണ്ടാവും, വഹ് ഖേൽത്താ ഹോക. അവർ ആൺകുട്ടികളാകുന്നു, അവർ, അല്ലേ? എ ഇവർ, വേ അവർ. അപ്പോൾ എ ഇവർ, വേ ആണെങ്കിൽ അവർ. അപ്പോൾ വേ ലടുക്കെ ഹൈ. താങ്കൾ ഇവിടെ വന്നിരുന്നാൽ, ആപ് യഹാ ആകർ ബൈഠിയെ. ഇവ പഴങ്ങളാകുന്നു, എ ഫൽ ഹൈ. ഏറ്റവും ലാസ്റ്റത്തത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇവിടെ ആൻസറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നരേന്ദ്രബാബു കി ദുക്കാൻ സടക്ക് കെ കിനാരെ തി,
नरेंद्र बाबू की दुकान में उसके सिवा उनके 2 बरस का एक छोटा लड़का था। छोटा लड़का या तो बाप के पास दुकान में बैठा था या बाजार में खेलता था। छोटा लड़का 2 बरस का था. तो यह छतरी है, ये छतरियाँ है. रीना चाय पीती है, रीना चाय पी रही है. आप चाय पीजिए, तुम चाय पिओ. ओ ആണ്. വഹ് ഹിന്ദി പഠിता है, वह हिंदी पढ़ रहा है. അടുത്ത് ഞാൻ പേന കൊണ്ട് എഴുതുന്നു. മേ കലം സെ ലിഖ്താ ഹു. അവൻ കളിക്കുന്നുണ്ടാകും. വഹ് ഖേൽത്താ ഹോഗ അല്ലെങ്കിൽ ഖേൽ രഹാ ഹോഗ. അവർ ആൺകുട്ടികളാകുന്നു. വേ ലടുക്കെ ഹൈ. താങ്കൾ ഇവിടെ വന്നിരുന്നാൽ ആപ് കൃപയ യഹാ ആക്കർ ബൈഠ് ജായിയെ അല്ലെങ്കിൽ ആപ് യഹാ ആക്കർ ബൈഠിയെ എന്ന് വേണമെങ്കിൽ എഴുതാം. ഏ ഫൽ ഹെ. ഇനി ഇവിടെ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തമിഴ് അറിയാനുള്ള കുട്ടികൾക്ക് തമിഴും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റത്തെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇനി വരുന്നത് രണ്ടാമത്തെ പേജ്. അപ്പോൾ നമ്മളിപ്പം വായിച്ചത് ഫസ്റ്റ് പേജ്, ഫോർത്ത് പേജുമാണ്. ഇനി വരുന്നത് സെക്കൻഡ് പേജാണ്. സെക്കൻഡ് പേജിലൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, മഹാഭാരതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ അഭിമന്യുവിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു 5 ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു വയ്ക്കുക. അപ്പോൾ അതിൽ നിന്നാണ് പാരഗ്രാഫ് വരുന്നത്. അപ്പോൾ ആ ഒരു കഥയിൽ നിന്ന് 3 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒന്നാമത് ഇതുപോലെ കറക്റ്റ് ആൻസർ എഴുതാനുള്ളത്, അതായത് ക്രമപത്ത് എഴുതാനുള്ളത്. രണ്ടാമത് ചോദിക്കുന്നത് പാരഗ്രാഫ് തന്നിട്ട് താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കും, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിൽ നിന്ന് വായിച്ച് കണ്ടെത്തുക. പിന്നെ വരുന്നത് അല്ലാത്ത ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഈ 3 മോഡലാണ് ഈ 5 കഥയിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ 5 കഥ നന്നായിട്ട് വായിച്ചു വയ്ക്കുക. ഇവിടെ മഹാഭാരതിൻ്റെ ഒരു സ്റ്റോറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. അടുത്ത് വരുന്നത് 10 ഒൻവേഡ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും 7 ഒൻവേഡ് ക്വസ്റ്റ്യനാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യനാണോ നിങ്ങൾ ആൻസർ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നമ്പർ കൊടുത്ത് വേണം ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റത്തത് നരേന്ദ്രബാബു കി ദുക്കാൻ കിസ്കെ കിനാരത്തെ. നരേന്ദ്രബാബുവിൻ്റെ കട ഏതിൻ്റെ അടുത്തായിരുന്നു? അപ്പോൾ നമുക്കറിയാം ഏതാണ്, സടക്ക്. അപ്പോൾ കിസ്കെ എന്നുള്ളിടത്തൊരു സടക്ക് കൊടുക്കുക. സച്ചി സുന്ദരത കിസ്മേ ഹെ. യഥാർത്ഥ സൗന്ദര്യം ഏതിലാണ്? സാദഗി. കോൺ ദുബല ഹോഗയ. ആരാണ് മെലിഞ്ഞു പോയത്? ലഡ്ക. ഗർക്കി രാജ് ദുലാരി കോൻ ഹെ. വീട്ടിൻ്റെ ഓമന ആരാണ്? ഗായ്. അടുത്ത് ബാജ് കിസ്കാ രൂപ ലേത്താ ഹെ. ബാജ് ആരുടെ രൂപമാണ് എടുത്തത്? ഇന്ദ്ര. ഏക് മഹിള അപ്പനെ ലടുക്കിയപ്പോൾ സാത്തിലേക്കർ കിസ്കെ പാസ് ആയി. ആരുടെ അടുത്താണ് വന്നത്? ഒരു മഹിള ആരുടെ അടുത്ത് വന്നു? രാമകൃഷ്ണ പരമഹംസക്കെ പാസ് ആയി. കബൂത്തർ കിസ്കി ഗോതുമേ ആകൃത്ത ഹെ. പ്രാവ് ആരുടെ മടിയിലാണ് വന്നിരുന്നത്? ആരുടെ മടിയിലാണ്? കബൂത്തർ രാജാക്കെ ഗോതുമേ. തന്ദുരുസ്തിക്കിലെ ക്യാ ബുര ഹെ. ആരോഗ്യത്തിന് എന്താണ് ഹാനികരം? ഗുഡ്. കിസാൻ കെ ബേട്ടെ കൈസിയത്തെ. കൃഷിക്കാരൻ്റെ മകൻ എങ്ങനെയായിരുന്നു? ബേട്ടെ ആലസീത്തെ. തിരുവിതാംകൂർ ഹിന്ദി പ്രചാര സഭ കാ നാം കബു രഖാ ഗയ. എപ്പോഴാണ് തിരുവിതാംകൂറിൽ ഹിന്ദി പ്രചാര സഭ വന്നത്? 1934 തിരുവിതാംകൂറിലും 1961 കേരളത്തിലുമാണ്. അടുത്ത റോമറ്റർ 7 ഗ്യാരഹ്, ബാരഹ്, തേരഹ്, ചൗദഹ്, പന്ത്രഹ്, സോലഹ്, സത്രഹ്, 18, 19, 20 അതെഴുതുക. അടുത്ത് അക്ഷരോമേ ലിഖി. ഇവിടെ ഖ എന്നാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റോമറ്റർ 7 ഖ. 5:15 പറഞ്ഞത് സവ 5. 7:30 പറഞ്ഞത് 7:30. 8:45 പൗനെ 9. അടുത്ത് മഹീന കാ നാം ജോഡ്കർ അക്ഷരോമേ ലിഖിയെ. 10/8/2025 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 10 പറയുന്നത് 10, 8ാമത്തെ മാസം ഓഗസ്റ്റ് 2025, 2025. അപ്പോൾ ഇപ്പോഴത്തെ എക്സാം വരുന്നത് 8/8/2026. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 8 ഏത്? 8. 8ാം മാസം ഓഗസ്റ്റ് 2026, 2026. അടുത്തത് ഇൻഹി 2 പ്രശ്നമൊക്കെ ഉത്തർ 2 വാക്യമേ ലിഖിയെ. ഇവിടെ 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും 2 ആൻസർ നമ്മൾ ചെയ്യുക. അവിടെയും ശ്രദ്ധിക്കേണ്ടത് ഏത് ക്വസ്റ്റ്യനാണ് കൊടുക്കുന്നത് അതിൻ്റെ നമ്പർ വേണം കൊടുക്കേണ്ടത്. അടുത്ത് വരുന്നത് കവിത കാ അർത്ഥ് മാതൃഭാഷാമേ യാ അംഗ്രേസി മേ ലിഖിയെ. ഇവിടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കവിത പഠിക്കേണ്ടത് ഗായിയുടെ കവിതയും സുന്ദർ സീക്കിൻ്റെ കവിത. സുന്ദർ സീക്കിലല്ല, കാമനയുടെ പദ്യവും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കാമനയുടെ ആണെങ്കിൽ ഏതെങ്കിലും 4 വരി തരും, അതിൻ്റെ മലയാളമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുവാ ചൂത്ത് കാ ഭാവ് മിട്ടാക്കർ സബ്കോ ഗലെ ലഗാവൂമേ പൂഞ്ച് നീജ് കാ ഭേദ് പുലാക്കർ സമതാക്കോ അപ്പനാവൂമേ. അപ്പോൾ ചുവാ ചൂത്ത് എന്നാണ് ഐത്തം എന്ന ഭാവത്തെ മാറ്റി എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും. ഊഞ്ച് നീചുക്കാ ഭേദ് പുലാക്കർ. വലിയവൻ ചെറിയവൻ എന്ന ചിന്ത മറന്ന് സമത്വം ഞാൻ സ്വന്തമാക്കും എന്ന് വേണം അവിടെ എഴുതേണ്ടത്.
അടുത്ത് മാച്ച് ദ ഫോളോയിങ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ മൊത്തത്തിൽ എഴുതിയിട്ട് നമ്പർ കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്പർ കൊടുത്തതിന് ശേഷം അത് നോക്കി കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എല്ലാം നമുക്ക് ഇതിൽ തന്നെ നോക്കാൻ കിട്ടും. അപ്പോൾ ഇവിടെ ക്ലൂ എന്ന് പറഞ്ഞത് ഇവിടെ ഷെയർനിയൊക്കെ ആണെങ്കിൽ ഇവിടെ മിക്കവാറും ഇവിടെ ചിടിയാന്ന് കൊടുത്തിരിക്കും. അപ്പോൾ അത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗുഹ കാണും. അടുത്ത് വരുന്നത് ധനിക് എന്നൊക്കെ ആണെങ്കിൽ ഇപ്പുറത്ത് ബെച്ച കാണും, ബെച്ച റോട്ടി അങ്ങനെയൊക്കെ കാണും. അടുത്ത് ലക്കഡ്ഹാരയാണെങ്കിൽ ഇപ്പുറത്ത് കുൽഹാടി കാണും. അടുത്ത് അന്താ ലങ്കടാക്ക എന്നുണ്ടെങ്കിൽ ഏകത കാണും. അഭിമന്യു ആണെങ്കിൽ യുദ്ധ കാണും. അപ്പോൾ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കുൽഹാടി. അപ്പോൾ എപ്പോഴും കുൽഹാടി ആണെങ്കിൽ ലക്കഡ്ഹാര കാണും, അന്താ ലങ്കട ആണെങ്കിൽ ഏകത എന്ന് കാണും. പിന്നെ ധനികനാണെങ്കിൽ റൊട്ടി കാണും, അഭിമന്യു ആണെങ്കിൽ യുദ്ധ, ഷെയർ ആണെങ്കിൽ ചിടിയ ഗുഹ. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ക്ലൂ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷെയർ ഓർ ഷെയറിനെ അപ്പനെ ബച്ചോങ്കോ ബാർ ബാർ സമച്ചാത്തേ. അപ്പോൾ ഷെയറും ഷെയറിനെ, അപ്പോൾ സിംഹവും സിംഹത്തിൻ്റെ ഭാര്യ കൊണ്ട് എന്ത് ചെയ്തു, കുട്ടികളടുത്ത് പറയുകയാണ്. എന്താ പറഞ്ഞത്, പുറത്തൊന്നും ഇറങ്ങരുത്, ആരെങ്കിലും വിളിച്ചാൽ ഇറങ്ങരുതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ എഴുതാൻ ആൻസർ, ഈ വേ അക്കേലെ ഗുഹേസെ ബാഹർ പൂൾ കറുപ്പി ഞാൻ നിക്കലെ. ആരും അബദ്ധത്തിൽ പോലും ഒറ്റയ്ക്ക് എന്ത് ചെയ്ത് ഗുഹയിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പാടില്ല. दूसरे दिन सवेरे ധനിക് ബഗീച്ചമേ സബ് ബച്ച് ഇക്കട്ടെ ഹുയെ. പിറ്റേ ദിവസം ധനികൻ്റെ പൂന്തോട്ടത്തിൽ എല്ലാ കുട്ടികളും എത്തി. എന്തിനെത്തിയത്, റൊട്ടി വാങ്ങാൻ. ദാരിദ്ര്യമൊക്കെ പിടിപെട്ടപ്പോൾ അവർക്ക് എന്തില്ല, ഭക്ഷണമില്ല. അപ്പോൾ ആ ധനികൻ അവിടെയുള്ള കുട്ടികൾക്ക് റൊട്ടി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാ ദിവസവും അവിടുത്തെ പൂന്തോട്ടത്തിൽ വരികയാണ്. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി മാത്രം മിണ്ടാതെ ഒരിടത്ത് നിൽക്കുകയാണ്. അവൾക്ക് എല്ലാ ദിവസവും കിട്ടുന്നത് ഒരു കുഞ്ഞു റൊട്ടിയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ആ കുഞ്ഞു റൊട്ടിയും കൊണ്ട് പോവുകയാണ്. അവസാനം എന്ത് സംഭവിച്ചു, ആ കുഞ്ഞു റൊട്ടി പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിലൊരു സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു അതിനെ തിരിച്ച് ധനികന് കൊടുക്കാൻ. അങ്ങനെ ധനികൻ എന്ത് ചെയ്തു, സന്തോഷത്തോടെ ആ കുട്ടി കൊണ്ടുവന്നത് കൊണ്ട് വീണ്ടും സന്തോഷത്തോടെ കുറച്ച് നാണയം കൊടുത്തു. അപ്പോൾ എപ്പോഴും നമ്മൾ സന്തോഷമായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് എന്ത് ചെയ്യും, നമുക്ക് നല്ല ഫലം കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ സത്യസന്ധരായ കുട്ടികളായിട്ട് എന്ത് ചെയ്യുക, വളരുക എന്നാണ് ആ കഥയിലെ ഗുണപാഠം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ദൂസരേ ദിൻ സബേരെ ധനികെ ബഗീച്ചേമേ സബ് ബച്ചേ ഇക്കട്ടെ ഹുയെ അല്ലേ. അപ്പോൾ എന്തെഴുതാം, बच्चे एक दूसरे को धक्का देकर बड़ी रोटियां पाने के लिए आगे बढ़ रहे थे. കുട്ടികൾ പരസ്പരം തിക്കും തിരക്കും കൂട്ടി എന്ത് ചെയ്തു, വലിയ റൊട്ടി കിട്ടാൻ വേണ്ടി മുന്നോട്ട് വന്നു. അടുത്തത് ലക്കഡ്ഹാരേക്ക് പ്രാർത്ഥന സുൻകർ ഏക്ക് ദേവി മഹാം പ്രത്യക്ഷ. അപ്പോൾ തടിവെട്ടുകാരൻ എന്ത് പറ്റി, ഒരിക്കൽ തടിവെട്ടിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോടാലി വെള്ളത്തിലേക്ക് വീണു. അങ്ങനെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആര് വന്നു, അവിടെ നിന്ന് ഒരു മത്സ്യകന്യകൻ ദേവത വന്ന് ചോദിച്ചു എന്താ പ്രശ്നം, എന്തിനാണ് കരയുന്നത്. അങ്ങനെ ദേവത എന്ത് ചെയ്തു, ആദ്യം ഒരു സ്വർണ്ണ കോടാലി കാണിച്ചു. അപ്പം എന്ത് പറഞ്ഞു കുൽഹാടി, ലക്കഡ്ഹാരൻ എന്ത് പറഞ്ഞു, ഇതല്ല എൻ്റെ കോടാലി അല്ലേ. പിന്നെ എന്ത് ചെയ്തു, ഒരു വെള്ളിക്കോടാലി ചാന്തി കി കുൽഹാടി കാണിച്ചു. അപ്പോൾ പറഞ്ഞു ഇതുമല്ല. അവസാനം ലോഹയ്ക്ക് കുൽഹാടി കണ്ടപ്പോൾ ലക്കഡ്ഹാര പറഞ്ഞു ഇതാണ് എൻ്റെ കോടാലി. അങ്ങനെ ദേവിക്ക് സന്തോഷം തോന്നി. ദേവി എന്ത് ചെയ്തു, ആ ലക്കഡ്ഹാരയ്ക്ക് 3 കോടാലിയും കൊടുത്തു. അപ്പോൾ ഇവിടെ വരുന്നത് ലക്കഡ്ഹാരയ്ക്ക് പ്രാർത്ഥന സുൻകർ ഏക്ക് ദേവി വഹാം പ്രത്യക്ഷ ഹുയി അല്ലേ. അപ്പോൾ ഇവിടെ ഏതാ പോയിന്റ് വരുന്നത്, ദേവി പാനിമേ ഡൂബക്കർ ലക്കഡ്ഹാരയ്ക്ക് അസ്ലി കുൽഹാടി ലേ ആയി. ദേവി എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് മുങ്ങി തടിവെട്ടുകാരൻ്റെ ശരിക്കുള്ള കോടാലി കൊടുത്തു. അന്തേക്കോ ലങ്കടേക്കോ ഉപായി അച്ചാലക. അന്തന് എന്തുകൊണ്ടാണ് മുടന്തിൻ്റെ ഉപായം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവിടെ യുദ്ധം പിടിപെട്ടപ്പോൾ ആ നാട്ടിലുള്ള എല്ലാ ആളുകളും അവിടം വിട്ട് പോയി. നമ്മുടെ അന്തനും മുടന്തനും മാത്രം വിഷമിച്ചിരിക്കുകയാണ്. അന്തന് കണ്ണ് കണ്ടുകൂടാ, മുടന്തനാണെങ്കിൽ കാലുമില്ല. അപ്പോൾ അവരുടെ ഐഡിയ എന്തായിരുന്നു, മുടന്തൻ പറഞ്ഞു നിനക്ക് കണ്ടുകൂടെങ്കിലും നിനക്ക് കാലുണ്ടല്ലോ, ഞാൻ നിൻ്റെ മുകളിൽ കയറിയിരിക്കാം, തോളിലിരിക്കാം, ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വഴി കണ്ടെത്തി പോവാം. അങ്ങനെ അവർ ആ യുദ്ധകളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യത്തിൽ നിന്നും വിജയം നേടാം. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് ബുദ്ധിയും ശക്തി ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ ശക്തിയും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ആ സ്റ്റോറി. അപ്പോൾ അന്തേക്കോ ലങ്കടേക്കോ ഉപായി അച്ചാലക. അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ ആൻസർ, ലങ്കട അന്തേക്ക് കന്തേക്സെ നീച്ച് ഉത്തര. ലങ്കട എന്ത് ചെയ്തു, അന്തൻ്റെ തോളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അവസാനത്തത് അഭിമന്യു അപ്പനെ പിതാ തഥാ മാമാക്കി തര വീർത്ത. അഭിമന്യു തൻ്റെ അച്ഛൻ്റെയും മാമനെയൊക്കെ പോലെ വീരനായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, അഭിമന്യു യുദ്ധത്തിന് പോയ ഒരു കഥയാണ് അതിൽ വരുന്നത്. 16 വയസ്സുള്ള അഭിമന്യു യുദ്ധക്കളത്തിൽ പോയി യുദ്ധത്തിന് വേണ്ടി പൊരുതിയ ഒരു ധീര നേതാവായിരുന്നു അല്ലേ, ഒരു ധീര യോദ്ധാവായിരുന്നു. അപ്പോൾ ഉസ്കി യുദ്ധ നിപുണത ദേക്കർ കൗരവ സേനാമേ കെ വീർ ഭി ഠങ്ക് രഹ്. അപ്പോൾ അഭിമന്യുവിൻ്റെ യുദ്ധ നൈപുണ്യം കണ്ട് കൗരവ സൈനികരുടെ വീരന്മാരെല്ലാം എന്ത് ചെയ്തു, അത്ഭുതപ്പെട്ടുപോയി.
അതാണ് അതിൻ്റെ കഥ. പിന്നെ താഴെ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഈ പറയുന്ന കഥയിൽ നിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് പഠിക്കുക. അടുത്ത ലാസ്റ്റത്തെ സിമ്പിളാണ്. ശബ്ദോങ്കോ ക്രമബദ്ധ കറക്കി വാക്കിലേക്ക്. അപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് ആൻസർ എഴുതാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹം ഹിന്ദി ലിഖ് സക്തേ ഹെ. ആദ്യം ഒന്ന് വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. രണ്ടാമത് വായിക്കുമ്പോൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നത് ഹം ഹിന്ദി ലിഖ് സക്തേ ഹെ. കണ്ട, ഹം ഹിന്ദി ലിഖ് സക്തേ ഹെ. രണ്ടാമത്തത് എന്താ പറയുക, മേരെ മേരെ ഘർ കെ പാസ് ഏക്ക് ബഗീച്ച ഹെ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പൂന്തോട്ടം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, മേരെ എൻ്റെ, ഘർ കെ വീട്ടിൻ്റെ, പാസ് അടുത്ത്, ഏക്ക് ഒരു, ബഗീച്ച ഹെ പൂന്തോട്ടം ഉണ്ട്. അതാണ് എൻ്റെ ആൻസർ. അടുത്ത് ബഹ് കലം സെ ലിഖ്താ ഹെ. അവൻ പേന കൊണ്ട് എഴുതുന്നു. അടുത്തത് അധ്യാപക് ഭാഷണ സുൻ രഹേ ഹെ. അധ്യാപക് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു. ആപ് അന്തർ ആയേ. താങ്കൾ അകത്ത് വന്നാൽ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ആദ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആദ്യം പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ പേപ്പർ എടുത്തിട്ട് അതിലറിയാവുന്ന എല്ലാം ചെയ്തതിന് ശേഷം നമ്പർ കറക്റ്റായിരിക്കും, നമ്പർ തെറ്റരുത്. പിന്നെ വരുന്നത് അടുത്ത പേജ് എടുത്തിട്ട് അതിൽ വരുന്ന എന്തൊക്കെയാണോ അത് ചെയ്യുക. അപ്പോൾ പാരഗ്രാഫ് വായിച്ച് എഴുതാനുള്ള കൃത്യമായിട്ട് ആൻസർ കിട്ടും. നമൂനയൊക്കെ ആൻസർ എഴുതാനും പറ്റും. ഹാൻഡ് റൈറ്റിംഗ് അതൊക്കെ നല്ല മാർക്ക് കിട്ടും. പിന്നെ ക്രമബദ്ധം എഴുതാനുള്ളത്, ക്രമബദ്ധം ആദ്യം നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം കറക്റ്റ് ഓർഡറിലോട്ട് എഴുതുക. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഇഷ്ടമുള്ള 7 എഴുതിയാൽ മതി. അപ്പോൾ ലാസ്റ്റത്തെ ഇവിടെ റോമിൻ്റെ 8ൻ്റെ ആൻസർ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് അവസാനം ചെയ്താൽ മതി. അവിടെ കുറച്ച് പേജ് വിട്ടാൽ മതി. ബാക്കി ഇതെല്ലാം ചെയ്തതിന് ശേഷം കോളത്തിലുള്ളതും മലയാളത്തിൽ എഴുതാനുള്ളതും വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് ലാസ്റ്റ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് ഈ ക്രമപദ്ധതി. അപ്പോൾ എളുപ്പമുള്ളതൊക്കെ ആദ്യം അങ്ങ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഒരുപാട് തവണ കേട്ട് പഠിക്കുക. ഇനി 10 ദിവസമേ ഉള്ളൂ എക്സാമിന്. ഇനിയുള്ള 10 ദിവസം പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും നല്ല റാങ്കിന് വേണ്ടി പഠിക്കുക. ഇത് കറക്റ്റ് ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും റാങ്ക് കിട്ടും. ടീച്ചർ കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഒരു 10-20 വർഷം കഴിഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാ വർഷവും ഒരു റാങ്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും റാങ്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1000 സബ്ബാവാൻ ഒരു 16 കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഒരു 16 സബ്ബും കൂടെ ആക്കി തരും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ.